ഭക്തജനങ്ങളെ, ആചാരാനുഷ്ഠാനങ്ങളാൽ കോർത്തുവെക്കപ്പെട്ട നന്മകളുടെയും പാരമ്പര്യത്തിന്റെയും ഒരുമയുടെയും ഉറവര കേന്ദ്രങ്ങളാണ് നമ്മുടെ ആരാധനാലയങ്ങൾ. ആബാലവൃദ്ധം ജനങ്ങളെയും താമര നൂലുപോലെ ബന്ധിപ്പിക്കുന്ന ഗ്രാമക്കെടാവിളക്കുകൾ 25 ആണ്ടുകളുടെ കാത്തിരിപ്പ് സാർത്ഥകമാക്കിക്കൊണ്ടിതാ മാർച്ച് 5 മുതൽ 12 വരെ ശ്രീ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം കെങ്കേമമായി കൊണ്ടാടുകയാണ്. പെരുമയാർന്ന പെരുങ്കളിയാട്ടത്തിന്റെ സമാപന നാളിൽ അരങ്ങിലെത്തുന്ന വിശ്വമോഹിനിയായ പരാശക്തി അർദ്ധനാരീശ്വരിയായ ശ്രീ പടക്കത്തി ഭഗവതിയുടെയും അഭീഷ്ടവരപ്രദയായ ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി തീർക്കാനുള്ള കൗങ്ങ് മുറിക്കാൻ പുലിയന്നൂരിലേക്കുള്ള യാത്രയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാൽനടയായി ഇതുവഴി കടന്നുവരുന്നത്. ഭഗവതിയമ്മേ ശക്തി സ്വരൂപിണിയേ, വിണ്ണവരൊന്നും വാട്ടിയിടുന്നൊരു ചൈതന്യം നീയേ. ഭക്തജനങ്ങളെ, സകലാഭയവരദായിനിയായ അർദ്ധനാരീശ്വരി ശ്രീ പടക്കത്തി ഭഗവതിയും പരിവാരങ്ങളും കുടികൊള്ളുന്ന തൃക്കരിപ്പൂർ ശ്രീ രാമവില്യം കഴകത്തിൽ വീണ്ടും ഒരു പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ പെരുമ്പറ മുഴങ്ങിക്കഴിഞ്ഞു. ഏകതയുടെ ആരവമുയർത്തി ഭക്തർക്ക് ധന്യസ്മരണകൾ സമ്മാനിച്ചുകൊണ്ട് തെയ്യപ്രപഞ്ചത്തിലെ ഒട്ടനവധി ദേവീദേവന്മാർ ഗതകാല സൗഭാഗ്യ ചരിതങ്ങളുടെ വെള്ളോട്ട് ചിലമ്പൊച്ചയിൽ ക്ഷേത്രത്തിരുമുറ്റത്തുറഞ്ഞാടാൻ സമയമായി. ഉത്കണ്ഠയും അശാന്തിയും മനോദുഃഖവും നിറഞ്ഞ വർത്തമാനകാലത്ത് തെയ്യങ്ങളുടെ സാന്ത്വനമൊഴികൾ കേൾക്കാനും കാത്തുസൂക്ഷിക്കാനുള്ള കനകചൂർണം കൈകളിൽ വാങ്ങി സമാശ്വസിക്കാനും ഭക്തർക്ക് ലഭിക്കുന്ന അവസരങ്ങളാണ് പെരുങ്കളിയാട്ടങ്ങൾ. പെയ്തിറങ്ങുന്ന മഹാവിപത്തുകളെ മഞ്ഞുപോലെ തടകിയൊഴിക്കുന്ന മാതാവാണ് ശ്രീ പടക്കത്തി ഭഗവതി. 25 ആണ്ടുകളുടെ കാത്തിരിപ്പ് സാർത്ഥകമാക്കിക്കൊണ്ട് മാർച്ച് 5 മുതൽ 12 വരെ ശ്രീ രാമവില്യം കഴകത്തിൽ പെരുങ്കളിയാട്ടം കെങ്കേമമായി കൊണ്ടാടുമ്പോൾ പെരുമയാർന്ന പെരുങ്കളിയാട്ടത്തിന്റെ സമാപന നാളിൽ അരങ്ങിലെത്തുന്ന വിശ്വമോഹിനിയായ പരാശക്തി അർദ്ധനാരീശ്വരിയായ ശ്രീ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും തിരുമുടി തീർക്കാനുള്ള കൗങ്ങുകൾ മുറിക്കാൻ കഴകസന്നിധിയിൽ നിന്ന് ആരംഭിച്ച യാത്രയാണ് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇതുവഴി കടന്നുവരുന്നത്. വെളിച്ചപ്പാടന്മാരുടെയും കൂട്ടായിക്കാരുടെയും കൈവിളക്കിന്റെയും കുറിത്തട്ടിന്റെയും സ്ഥാനീകരുടെയും ജന്മാശാരിയുടെയും ജന്മക്കണിശന്റെയും 300ഓളം ബാല്യക്കാരുടെയും അകമ്പടിയോടെയുള്ള യാത്ര വാദ്യമേള സമേതമിതാ ഇതുവഴി കടന്നുവരികയാണ്. പുണ്യം ചെയ്ത ജന്മങ്ങൾക്ക് മാത്രം ചരിത്രത്തിൽ ലഭിക്കുന്ന അപൂർവ സൗഭാഗ്യമാണ് ഈ യാത്ര ദർശിക്കുക എന്നത്.